പ്രമുഖനായ കോൺഗ്രസ് നേതാവും വടകര MP-യുമായ ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EM സുരേഷ് ബാബു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന ആളാണ് ഷാഫി. സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിൽ. ഷാഫി മാത്രമല്ല, കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന് അധ്യാപകരാണെന്നും CPM നേതാവ് ആരോപിക്കും. തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടം. ഈ കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാസ്റ്റർ തന്നെ. അല്ല, ഹെഡ്മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ്മാസ്റ്റർ തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? പറയൂ, എത്ര വലിയ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്? ശ്യാമ, തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാലക്കാട് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതിനിടെ കേരളത്തിൽ ഒന്നടങ്കം വലിയ രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണ വിഷയങ്ങൾ വലിയ ചർച്ചയാവുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു ആണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് പ്രധാനമായിട്ടും EN സുരേഷ് ബാബു പറയുന്നത്. മാത്രമല്ല, സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നും ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് നടന്നുകൊണ്ട് ഇരിക്കുന്നതും എന്നുള്ളതാണ് സുരേഷ് ബാബു പറയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിലെ പല ആളുകളും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഗുരുക്കന്മാരാണ്, ഈ സ്ത്രീ വിഷയത്തിൽ വലിയ ഗുരുക്കന്മാരാണ് എന്നും EN സുരേഷ് ബാബു പറയുകയുണ്ടായി. ഒപ്പം ചില കൂട്ടുകച്ചവടത്തിലെ ചില കാര്യങ്ങൾ പൊളിഞ്ഞതോടുകൂടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശൻ നടപടിയെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നത്. അതിനെ സുരേഷ് ബാബു വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോഴാണ് ഈ രാഹുലിനെതിരെ VD സതീശൻ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും സുരേഷ് ബാബു പറയുന്നത്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണമാണ്. അതായത് ഷാഫി പറമ്പിൽ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന വ്യക്തിയാണ് എന്നുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ആദ്യ അവസാനം രാഹുലിന് വലിയ പിന്തുണ നൽകുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ഇതുവരെയും രാഹുലിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ പോലും ഒരിടത്തും തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഒരു ഭാഗത്തുണ്ട്. കൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും പാലക്കാട്ടേക്ക് ആനയിച്ച് കൊണ്ടുവന്ന് ഇത്തരത്തിൽ മണ്ഡലത്തിൽ സജീവമാക്കി എടുക്കണമെന്നുള്ള ആ ഒരു കാര്യം അതും ഷാഫി പറമ്പിൽ പക്ഷമാണ് പാലക്കാട് പ്രധാനമായിട്ടും നടത്തുന്നത്. ഷാഫിയുടെ നിർദ്ദേശാനുസരണമാണ് ഇത്തരത്തിൽ രാഹുലിനെ വീണ്ടും മണ്ഡലത്തിൽ കൊണ്ടുവന്ന് സജീവമാക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഏതായാലും ഷാഫി പറമ്പിലിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. മാത്രമല്ല, സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നുൾപ്പെടെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു അരുൺ. കാരണം എന്താ വെച്ചാൽ ഈ പ്രതിപക്ഷ നേതാവൊക്കെ ഇത്രയും ശക്തമായി നിലപാട് എടുത്തു എന്ന് നമുക്ക് തോന്നുന്ന വിധം നിലപാടൊക്കെ എടുത്ത സമയത്ത് പോലും ഇന്നലെ രാഹുൽ മണ്ഡലത്തിൽ എത്തിയപ്പോൾ എന്താ ഒരു സ്വീകരണം! ജില്ലാ നേതാക്കന്മാർ, കൗൺസിലർമാർ, ഇങ്ങനെ എല്ലാവരും വന്ന് രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഈ ഷാൾ അണിയിക്കുന്നു. ഏതൊരു വലിയ അവാർഡൊക്കെ നേടി മണ്ഡലത്തിൽ എത്തിയ പോലെ ഒരു സാഹചര്യം. അപ്പോൾ ഇപ്പോൾ ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാഹുലിന് ഒരുപക്ഷെ തിരിച്ച് പലതും പറയാനുണ്ടാവും. അപ്പോൾ ആ ഒരു ഭയം കോൺഗ്രസിലെ ഇത്തരം നേതാക്കന്മാരിലുണ്ട് എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് പ്രകാരമാണെങ്കിൽ അത്തരത്തിൽ തന്നെ വേണം വിലയിരുത്താൻ. കാരണം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിഷയങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കണം, അതിൻ്റെ തെളിവുകൾ കൂടെ രാഹുലിൻ്റെ പക്കൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഇതുവരെയും രാഹുലിനെ പൂർണ്ണമായും തള്ളി പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, നിരന്തരം സംരക്ഷണം ഒരുക്കുന്നു. വീണ്ടും മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നേരത്തെ ഷാമു പറഞ്ഞതുപോലെ തന്നെ എന്തോ ഒരു അവാർഡ് നേടിയിട്ടൊക്കെ വന്നത് പോലെയുള്ള സ്വീകരണവും മറ്റുമൊക്കെ രാഹുലിന് നൽകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അത്തരത്തിൽ തന്നെ ആയിരിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്.
ഏതായാലും നിലവിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഈ പറഞ്ഞിരിക്കുന്ന ആരോപണം, ഷാഫിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആരോപണത്തിൽ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പക്കൽ മാത്രമല്ല, ഈ പാലക്കാട്ടെ ഏതാനും രാഷ്ട്രീയ പാർട്ടികളുടെ പക്കലേക്ക് ഈ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെളിവുകളുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിയുള്ള ഒരു വ്യക്തി അത്തരത്തിൽ ഈ ഷാഫിക്കെതിരെ ഇവരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അതിലൊക്കെ കൂടുതൽ വ്യക്തതകൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷാഫി പറമ്പിലിനെതിരെ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത്. ഭംഗിയുള്ളവരെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിച്ചിരിക്കുന്നു. ഷാഫി ആണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ ഹെഡ് മാസ്റ്ററാണ്, ഇവർ കൂട്ടുകച്ചവടമാണ് നടത്തുന്നത് എന്നുൾപ്പെടെയുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. യെസ്, അരുൺ ആലത്തൂർ ദയവായി തുടരുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇതിനോടനുബന്ധിച്ച് പറയാനുണ്ട്.